വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. അതിർത്തി സമാധാനത്തിലേക്ക്. വെടിനിർത്തലിനെ സംബന്ധിച്ച് ഇന്ത്യയും പാകിസ്ഥാനും. വൈകിട്ട് 5 മുതൽ വെടിനിർത്തൽ നിലവിൽ വന്നതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി. ഇന്ന് എത്തിച്ചേർന്ന തീരുമാനത്തിൽ ഉറച്ചുനിൽക്കുന്നതായും ഭാവിയിലെ കടന്നുകയറ്റങ്ങളോട് ശക്തമായി പ്രതികരിക്കുമെന്നും സൈന്യം. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ വിട്ടുവീഴ്ചയില്ലാതെ നിലകൊള്ളുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അഫ്ഗാൻ പ്രദേശത്ത് ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയെന്ന പാകിസ്ഥാൻ ആരോപണങ്ങൾ തള്ളി അഫ്ഗാനിസ്ഥാൻ. SSLC പരീക്ഷയിൽ യോഗ്യത നേടിയ എല്ലാവർക്കും ഉപരിപഠന സാധ്യത ഉറപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. +1 പ്രവേശനത്തിന് ഈ മാസം 14 മുതൽ അപേക്ഷിക്കാം. വാർത്തകൾ വിശദമായി. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് ധാരണയായതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ന് വൈകിട്ട് 5 മുതലാണ് വെടിനിർത്തൽ നിലവിൽ വന്നത്. ഉച്ചകഴിഞ്ഞ് 3:35 പാകിസ്ഥാൻ സൈനിക ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ഇന്ത്യൻ DGMOയുമായി സംസാരിച്ചിരുന്നു. ഇരുപക്ഷവും കരയിലും വായുവിലും കടലിലുമുള്ള എല്ലാ വെടിവയ്പ്പുകളും സൈനിക നടപടികളും നിർത്താൻ ധാരണയായി. ഈ ധാരണ ഉടൻ പ്രാബല്യത്തിൽ വരുത്താൻ ഇരുപക്ഷത്തിനും നിർദ്ദേശങ്ങൾ നൽകി. ഈ മാസം 12-ന് സൈനിക ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ വീണ്ടും ചർച്ച നടത്തുമെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി പറഞ്ഞു. Director General of Military Operations of Pakistan called the Director General of Military Operations of India at 15:35 hours earlier this afternoon. It was agreed between them that both sides would stop all firing and military action on land and in the air and sea with effect from 1700 hours Indian Standard Time today. Instructions have been given on both sides to give effect to this understanding. The Directors General of Military Operations will talk again on the 12th of May at 1200 hours. ഇന്ന് എത്തിച്ചേർന്ന ധാരണയിൽ ഉറച്ചുനിൽക്കുമെന്നും ഭാവിയിലെ സംഘർഷങ്ങളോട് ശക്തമായി പ്രതികരിക്കുമെന്നും സൈന്യം അറിയിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച ശേഷം സൈനിക ഉദ്യോഗസ്ഥരായ സോഫിയ ഖുറേഷി, വ്യോമിക സിംഗ്, രഘു നായർ എന്നിവർ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സൈന്യം, നാവികസേന, വ്യോമസേന എന്നിവരോട് ധാരണ പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് കമാൻഡർ രഘു നായർ പറഞ്ഞു. ഇന്ത്യൻ സായുധസേന പള്ളികളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ നടത്തുന്നുവെന്ന് പാകിസ്ഥാൻ വ്യാജ ആരോപണങ്ങൾ പ്രചരിപ്പിച്ചു. എന്നാൽ ഭീകര ക്യാമ്പുകൾ മാത്രമാണ് സേന ലക്ഷ്യമിട്ടത്. പഹൽഗാമിലെ ദാരുണമായ സംഭവങ്ങൾക്ക് ശേഷം സൈന്യം ഉത്തരവാദിത്തത്തോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. എന്നാൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും തെറ്റായ വിവരങ്ങളാണ് പ്രചരിപ്പിച്ചത്. ഇക്കാര്യത്തിൽ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പ്രസ്താവിക്കേണ്ടത് തങ്ങളുടെ കടമയാണെന്നും സൈനിക വക്താക്കൾ പറഞ്ഞു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ വിട്ടുവീഴ്ചയില്ലാതെ നിലകൊള്ളുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വ്യക്തമാക്കി. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് ധാരണയായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എക്സ് പോസ്റ്റിൽ കുറിച്ചു. ഈ വിഷയം പരിഗണിച്ചതിന് ഇരു രാജ്യങ്ങൾക്കും നന്ദി അറിയിക്കുന്നെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നേരത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഭാവിയിലെ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള ചർച്ചകൾക്ക് അമേരിക്ക പിന്തുണ നൽകുമെന്നും മാർക്കോ റൂബിയോ അറിയിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷം അവസാനിപ്പിച്ച് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാഗതം ചെയ്തു. സംഘർഷം അവസാനിപ്പിക്കാനും സമാധാനം കൈവരിക്കാനുമുണ്ടായ തീരുമാനം വിവേകപൂർണമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യയുടെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടത് 5 ഭീകരർ. ജെയ്ഷെ ഇ മുഹമ്മദ്, ലഷ്കർ-ഇ-തോയ്ബ സംഘടനകളിലെ ഭീകരരാണ് പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടത്. അഫ്ഗാൻ പ്രദേശത്ത് ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയെന്ന പാകിസ്ഥാൻ ആരോപണങ്ങൾ തള്ളി അഫ്ഗാനിസ്ഥാൻ. അത്തരം വാദങ്ങളിൽ സത്യമില്ലെന്ന് അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് പ്രതികരിച്ചു. ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ നശിപ്പിച്ചതായും അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെക്കുറിച്ചും പാകിസ്ഥാൻ നടത്തുന്ന അവകാശവാദങ്ങൾ നുണപ്രചാരണമാണെന്ന് പ്രതിരോധ വക്താവും അറിയിച്ചു. സൂറത്ഗഡിലെ സിർസയിലെ വ്യോമസേനാ സ്റ്റേഷനുകളും ആദംപൂരിലെ S-400 താവളവും നശിപ്പിച്ചെന്ന ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്നും പ്രതിരോധ വക്താവ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. SSLC പരീക്ഷയിൽ യോഗ്യത നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപരിപഠന സാധ്യത ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഈ മാസം 14 മുതൽ 20 വരെ +1 പ്രവേശനത്തിനായി അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാം. +1 ക്ലാസുകൾ ജൂൺ 18 ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മൻ കി ബാത്ത് എന്നത് വേറിട്ട ആശയമാണെന്നും ഇതിലൂടെ പ്രധാനമന്ത്രി റേഡിയോ എന്ന മാധ്യമത്തെ പുനരുജ്ജീവിപ്പിച്ചതായും കേന്ദ്ര സഹമന്ത്രി ചന്ദ്രശേഖർ പെമ്മസാനി. മൻ കി ബാത്ത് ക്വിസ് മത്സരം 4ാം സീസണിൽ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. Going late to the school, not going late to the meeting, respecting other people, adjusting your time for your whole well-being, whether it is physical, emotional, whether you do exercise or whether you develop a game. Even though I'm very, very busy in all my ministerial activity, even today, every week, I try to play 2 to 3 hours of badminton. When you play that kind of game, you are... തിരുവനന്തപുരം വർക്കലയിൽ പുതുതായി നിർമ്മിച്ച സബ് പോസ്റ്റ് ഓഫീസ് കെട്ടിടം കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ചന്ദ്രശേഖർ പെമ്മസനി ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ JT വെങ്കടേശ്വർലു, അടൂർ പ്രകാശ് MP തുടങ്ങിയവർ പങ്കെടുത്തു. ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലെന്ന് അധികൃതർ. വ്യോമാതിർത്തിയിൽ സാഹചര്യങ്ങൾ മാറുന്നതും സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്തിയതും ചില വിമാന ഷെഡ്യൂളുകളെ ബാധിച്ചേക്കാമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. സാമൂഹ്യ ബോധവൽക്കരണ പരിപാടികൾ ഒഴികെയുള്ളവയിൽ സിവിൽ ഡിഫൻസ്, എയർ റെയ്ഡ് സൈറൺ ശബ്ദം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ എല്ലാ മാധ്യമങ്ങൾക്കും സർക്കാർ നിർദ്ദേശം നൽകി. സൈറൺ സ്ഥിരമായി ഉപയോഗിക്കുന്നത് വ്യോമാക്രമണ സൈറണുകളോടുള്ള സാധാരണക്കാരുടെ പ്രതികരണം കുറയ്ക്കുമെന്നും യഥാർത്ഥ വ്യോമാക്രമണ സാഹചര്യങ്ങളിൽ ഇത് സാധാരണമാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ മറുപടി നൽകിയപ്പോൾ ഇന്ത്യയിലെ ജനവാസ മേഖലയിലും സൈനിക അടിസ്ഥാന സൌകര്യങ്ങളിലും ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളിലൂടെ പാകിസ്ഥാൻ സ്ഥിതിഗതികൾ വഷളാക്കിയതായി യുകെയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ വിക്രം ദൊരൈസ്വാമി പറഞ്ഞു. BBC റേഡിയോയുമായുള്ള സംഭാഷണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭീകരരെ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ ആക്രമണങ്ങൾക്ക് മറുപടിയായി പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നുണ്ടെങ്കിൽ അത് അടിസ്ഥാനപരമായി ഭീകര സംഘങ്ങൾക്ക് വേണ്ടിയാണെന്നും വിക്രം ദൊരൈസ്വാമി പറഞ്ഞു. സംഘർഷബാധിതമായ അതിർത്തി സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങുന്നതിനായി 75ഓളം വിദ്യാർത്ഥികൾ ഡൽഹി കേരള ഹൌസിലെത്തി. ജമ്മു, രാജസ്ഥാൻ, പഞ്ചാബ് എന്നിവിടങ്ങളിലെ വിവിധ കേന്ദ്ര സംസ്ഥാന സർവകലാശാലകളിലെ വിദ്യാർത്ഥികളായ ഇവരെ ഉടൻ നാട്ടിലെത്തിക്കും. സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് കാർഗോ പ്രവർത്തനങ്ങൾക്കും ഇൻലൈൻ ഹോൾഡ് ബാഗേജ് സ്ക്രീനിംഗ് സിസ്റ്റത്തിനും അധിക സുരക്ഷാ പരിരക്ഷ നൽകുന്ന CISFന് ഈ മാസം 18 വരെ ചുമതല നൽകിയതായി ഗവൺമെന്റ് അറിയിച്ചു. ഉത്തരാഖണ്ഡിൽ ചാർധാം യാത്ര സുഗമമായി പുരോഗമിക്കുന്നതായി അധികൃതർ വ്യക്തമാക്കി. 4 ലക്ഷത്തിലധികം ഭക്തർ ഇതിനകം സന്ദർശനം നടത്തി. കേദാർനാഥ് ധാമിലേക്കുള്ള ഹെലികോപ്റ്റർ സർവീസുകൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. ഭക്തർക്ക് സുരക്ഷിതവും തടസ്സരഹിതവുമായ തീർത്ഥാടനം ഉറപ്പാക്കുമെന്നും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പറഞ്ഞു. ഷാങ്ഹായിൽ നടന്ന അമ്പെയ്ത്ത് വേൾഡ് കപ്പ് സ്റ്റേജ് 2-ൽ ഇന്ത്യയ്ക്ക് 3 മെഡലുകൾ. അഭിഷേക് വർമ്മ, ഓജസ് ദേവ്താലെ, ഋഷഭ് യാദവ് എന്നിവരടങ്ങുന്ന പുരുഷ കോമ്പൌണ്ട് ടീം ഫൈനലിൽ മെക്സിക്കോയെ 232-228 പരാജയപ്പെടുത്തിയാണ് സ്വർണം നേടിയത്. വനിതാ കോമ്പൌണ്ട് ഇനത്തിൽ ജ്യോതി സുരേഖ വെന്നം, മധുര ധാമൻഗാവ്കർ, ചിക്കിഥ താനി പാർത്ഥി എന്നിവർ വെള്ളി മെഡൽ നേടി. ഫൈനലിൽ മെക്സിക്കോയോടാണ് പരാജയപ്പെട്ടത്. മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യ വെങ്കലം നേടി. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ 25 മീറ്റർ പിസ്റ്റൾ വനിതാ ഫൈനലിൽ ഡൽഹിയുടെ നാമ്യ കപൂറിന് സ്വർണം. മധ്യപ്രദേശിന്റെ അഞ്ജലി മഹേന്ദ്ര ഭഗത് വെള്ളിയും രാജസ്ഥാന്റെ ഖാൻ കവ്യാസ് വെങ്കലവും നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി സമാധാനത്തിലേക്ക്. വെടിനിർത്തലിനെ സംബന്ധിച്ച് ഇന്ത്യയും പാകിസ്ഥാനും. വൈകിട്ട് 5 മുതൽ വെടിനിർത്തൽ നിലവിൽ വന്നതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ഇന്നെത്തിച്ചേർന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായും ഭാവിയിലെ കടന്നുകയറ്റങ്ങളോട് ശക്തമായി പ്രതികരിക്കുമെന്നും സൈന്യം. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ വിട്ടുവീഴ്ചയില്ലാതെ നിലകൊള്ളുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. അഫ്ഗാൻ പ്രദേശത്ത് ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയെന്ന പാകിസ്ഥാൻ ആരോപണങ്ങൾ തള്ളി അഫ്ഗാനിസ്ഥാൻ. SSLC പരീക്ഷയിൽ യോഗ്യത നേടിയ എല്ലാവർക്കും ഉപരിപഠന സാധ്യത ഉറപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. +1 പ്രവേശനത്തിന് ഈ മാസം 14 മുതൽ അപേക്ഷിക്കാം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.
ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പൂവച്ചൽ ഖാദർ